വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്ന പ്രഖ്യാപനവുമായി സാമൂഹ്യ പ്രവർത്തക ദയാബായി. ഭാരതത്തിലെ ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് ദയാബായി. കോട്ടയം പാലായിലെ പൂവരണി ഗ്രാമത്തിൽ പുല്ലാട്ടു മാത്യുവിന്റെയും ഏലിക്കുട്ടിയുടെയും 14 മക്കളിൽ മൂത്തവൾ. മലനാട് TV നടത്തിയ മാധ്യമയാത്രയിൽ വെച്ചാണ് ദയാബായി തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് വെളിപ്പെടുത്തിയത്. അപ്പോൾ ദയവായി ഇനി എൻഡോസൾഫാൻ വിക്ടിംസിൻ്റെ അവരുടെ തീവ്രമായിട്ടുള്ള വേദനകൾ പരിഹരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിലും കൂടെ ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ആലോചിക്കുന്ന വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വഴിമുട്ടി നിൽക്കുന്ന ഒരു സമയമാണ്. ഞങ്ങൾ കുറച്ച് പേര് കൂടി ഇങ്ങനെ തീരുമാനിച്ചു നോക്കട്ടെ. അതെ, ഈ പെണ്ണുങ്ങൾ അമ്മമാരായിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നാണോ ഇല്ല, എല്ലാം മറക്കും, മക്കൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അങ്ങനെ ഒരു വഴി നോക്കുന്ന അല്ല, രാഷ്ട്രീയം ഒരു അധികാരം കൂടെ വന്നാൽ ദയവായിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ തന്നെ ഇനിയും ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് അതിന് ഞങ്ങളും വേണ്ട പ്രോത്സാഹനം നൽകുന്നു. അങ്ങനെ നിൽക്കണം. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ അധികാര കർണങ്ങൾ അടഞ്ഞു കിടക്കുന്നിടത്ത് ദയാബായി എങ്കിലും അവിടെ ഒരു അധികാര കസേരയിലേക്ക് എത്തുമ്പോൾ നമുക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കാമല്ലോ. പക്ഷേ ഇവർക്കൊരു ജീവിതം വേണം, ഇവർക്ക് വേണ്ടുന്ന അവകാശങ്ങൾ കിട്ടണം, അത് അത്രയേ ഉള്ളൂ. എൻഡോസൾഫാൻ ബാധിതർക്കായാണ് തന്റെ മത്സരമെന്നും അവരുടെ ശബ്ദം പാർലമെന്റിൽ കേൾക്കണമെന്നും ദയാബായി പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി പഞ്ചായത്തുകൾ തോറും ദിനം പരിചരണ കേന്ദ്രങ്ങൾ തുടങ്ങുക, മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 2022 ദയാബായി സംഘടിപ്പിച്ച സമരം ശ്രദ്ധ നേടിയിരുന്നു. ബീഹാറിലെ ഗോത്രവർഗ മേഖലയിൽ അടക്കം അധ്യാപികയായി സേവനമനുഷ്ഠിക്കുകയും പിന്നീട് ബംഗ്ലാദേശിലെത്തി അഭയാർത്ഥികളുടെ സേവനത്തിനായും പ്രവർത്തിച്ചു. മധ്യപ്രദേശിലെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ച ദയാബായി അവരുടെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പോരാട്ടം നയിക്കുകയും ചെയ്തിരുന്നു. കേരള പശ്ചിമഘട്ട സംരക്ഷണം, അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ദുരിതം, എൻഡോസൾഫാൻ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ പോരാട്ടം നയിച്ച വനിതയാണ് ദയാബായി. അതേസമയം കാസർഗോഡ് മണ്ഡലത്തിൽ LDFും UDFും തിരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി കഴിഞ്ഞു. LDFിന് വേണ്ടി MV ബാലകൃഷ്ണനും UDFിന് വേണ്ടി സിറ്റിംഗ് MP രാജ്മോഹൻ ഉണ്ണിത്താനുമാണ് മത്സരിക്കുന്നത്. NDAക്കായി മഹിളാ മോർച്ച നേതാവ് അശ്വിനിയും മത്സരിക്കും. CPMന്റെ കോട്ടയാണ് കാസർഗോഡ് മണ്ഡലം. എന്നാൽ 2019 CPMനെ ഞെട്ടിച്ചുകൊണ്ട് അട്ടിമറി വിജയമായിരുന്നു കോൺഗ്രസ് ഇവിടെ നേടിയത്. കോൺഗ്രസിന് വേണ്ടി മുതിർന്ന നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു മണ്ഡലം പിടിച്ചത്. കാസർഗോഡ് ജില്ലയിൽ ജനങ്ങൾക്കിടയിൽ നിർണായക സ്വാധീനം ദയാബായിക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ദയാബായി എത്തുമ്പോൾ മത്സരം കടുക്കും. You are watching India's first NGO television, Malanadu TV India.